ലൂക്കാ 15:11 മുതൽ 24 വരെ. ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഇളയവൻ പിതാവിനോട് സ്വത്ത് ചോദിച്ച് സ്വത്തിൻ്റെ ഓഹരി വാങ്ങിച്ച് ദൂരദേശത്തേക്ക് പോയി ധൂർത്തടിച്ച് ജീവിച്ചു. സ്വത്തുക്കളെല്ലാം നശിപ്പിച്ചു. അവനെല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് കഠിന ക്ഷാമം ഉണ്ടാകുകയും അവൻ ഞെരുക്കത്തിലാകുകയും ചെയ്തു. ആ ദേശത്തെ ഒരു പൗരൻ്റെ അടുത്ത് അവൻ അഭയം തേടി. അവന് പന്നികളെ മേയ്ക്കാൻ വയലിലേക്ക് അയച്ചു. പന്നി തിന്നത് തവിടെങ്കിലും തിന്നുകൊണ്ട് ജീവിക്കാമെന്ന് വിചാരിച്ചു അവൻ ആശിച്ചു. പക്ഷേ ആരും അവനൊന്നും കൊടുത്തില്ല. അപ്പോൾ അവന് സ്വബോധമുണ്ടായി. അവൻ അവൻ്റെ പിതാവിൻ്റെ അടുത്ത് എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷിക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് അവൻ പിതാവിലേക്ക് തിരിച്ചു വന്നു. പിതാവിൻ്റെ അടുത്തേക്ക് പോയി. പിതാവേ, സ്വർഗത്തിനെതിരായ നിൻ്റെ മുൻപിൽ ഞാൻ പാപം ചെയ്തു. നിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ എനിക്ക് യോഗ്യതയില്ല. നിൻ്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ എന്ന് അവൻ പിതാവിനോട് പറഞ്ഞു. പിതാവ് അവനെ ദൂരെ വെച്ച് കണ്ടപ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ച് മകന് പിതാവേ, സ്വർഗത്തിനെതിരായി നിനക്കെതിരായി ഞാൻ പാപം ചെയ്തത്. നിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല പിതാവേ എന്ന് പറഞ്ഞു. പിതാവാകട്ടെ തൻ്റെ ദാസന്മാരോട് പറഞ്ഞു, ഉടനെ മേൽത്തരം വസ്ത്രങ്ങൾ കൊണ്ടുവന്ന് അവനെ ധരിപ്പിക്കുക. ഇവൻ്റെ കയ്യിൽ മോതിരവും കൊടുക്കുക. അണിയിക്കുക. കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊന്ന് നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാമെന്ന് പറയുന്നു. ദൈവത്തിൻ്റെ വഴിയിൽ നിന്നും ദൈവത്തിൻ്റെ അടുത്തു നിന്നും പാപമാർഗത്തിലേക്ക് പാപക്കുഴിയിലേക്ക് പോയ ഏതൊരു വ്യക്തിയെയും കർത്താവ് തിരിച്ചു വരുമ്പോൾ, അവൻ പശ്ചാത്തപിച്ച് തിരിച്ചു വരുമ്പോൾ അവൻ്റെ പാപം ക്ഷമിക്കുകയും അവന് സമാധാനമായി സന്തോഷമായി ജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ദൈവം ചെയ്തു കൊടുക്കുകയും ചെയ്യും.